ബിഗ് ബോസ് വീട്ടിൽ 13 മത്സരാർത്ഥികളാണുള്ളത്. അതിൽ 10 പേരാണ് ഇപ്പോൾ നോമിനേഷനിൽ വന്നിരിക്കുന്നത്. ആദ്യം പോയ 2 പേർ ജാസ്മിനും അഭിഷേകുമായിരുന്നു. 2 പേർ നോമിനേഷനിൽ വന്നു. രണ്ടാമത് പോയത് ജിൻഡോയും അർജുനുമായിരുന്നു. 2 പേരും നോമിനേഷനിൽ വന്നു. പിന്നെ പോയത് നോറയും അൻസിബയുമായിരുന്നു. അവിടെ അൻസിബയാണ് നോമിനേഷനിൽ വന്നത്. നോറ സേവായി. പിന്നെ പോയ 2 വ്യക്തികൾ എന്ന് പറയുന്നത് ഋഷിയും അപ്സരയുമാണ്. ഋഷിയും അപ്സരയും 2 പേരും നോമിനേഷനിൽ വന്നു. ലാസ്റ്റ് പോയത് സിജോയും ശ്രീതുവുമാണ്. 2 പേരും നോമിനേഷനിൽ വന്നു. അവിടെ ഡയറക്റ്റ് നോമിനേഷനിൽ ഉള്ള വ്യക്തിയാണ് റസ്മി. അപ്പോൾ ഇവിടെ സേവ് ആയിട്ടുള്ള 3 മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് 1 നോറയാണ്, 2 സായിയാണ്. കല്ലുള്ളത് കൊണ്ട് അവിടെ മാണിക്യമുള്ളത് കൊണ്ട് സേവ് ആയിരിക്കാണ് സായി. മൂന്നാമതായിട്ട് സേവ് ആയിരിക്കുന്നത് നന്ദനയാണ്. നന്ദന ക്യാപ്റ്റൻ ആയതുകൊണ്ട് സേവ് ആയിട്ടുണ്ട്. ബാക്കി 10 പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള നന്ദനയ്ക്കും കല്ല് കൈവശമുള്ള സായിക്കും ഒരു പവർ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. ഒരാളെ നോമിനേഷനിൽ നിന്ന് സേവ് ചെയ്യാം എന്നുള്ളത്. അത് ഒരാളെ അവർ സേവ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ലൈവിൽ കാണിച്ചിട്ടില്ല. അത് ആരാണെന്ന് നമുക്കറിയില്ല. നിലവിൽ 10 പേരാണ് നോമിനേഷൻ പ്രക്രിയയിൽ വന്നിട്ടുള്ളതെങ്കിൽ അതിൽ നിന്ന് ഒരാളെ ഇവർ സേവ് ചെയ്തിട്ടുണ്ട്. നിലവിൽ 9 പേരാണ് അപ്പോൾ നോമിനേഷൻ പ്രക്രിയയിൽ വന്നിട്ടുള്ളത്. പിന്നീട് സായി അഭിഷേക് സംസാരിക്കുന്നുണ്ട്. നല്ല സേഫ് ഗെയിമറാണ് നീ സേവ് ചെയ്തതെങ്കിൽ എനിക്ക് ദേഷ്യം പിടിച്ചതിനെ. ഇതിപ്പോ നോമിനേഷനിൽ വന്നാലും രക്ഷപ്പെടുന്ന ഒരാളെയാണ് നീ സേവ് ആക്കിയത് എന്നുള്ളതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്ന് അവിടെ അഭിഷേക് സായിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോ നല്ലൊരു ഗെയിമറെയാണ് അവിടെ സേവ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ വീക്ക് പ്ലെയേഴ്സ് ആയിട്ടുള്ള എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഷുവറാണ്. നിലവിൽ 10 പേരിൽ 9 പേർ നോമിനേഷൻ പ്രക്രിയയിൽ വന്നിട്ടുണ്ട്.